ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലോകവ്യാപകമായി ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും ഇന്ന് പുതിയ സംഭവമല്ല. പ്രത്യേകിച്ച് ക്രിസ്തുമസ് ആഘോഷവേളയിൽ 2024 ക്രിസ്തുമസ് ആഘോഷ സമയത്ത് ഇന്ത്യക്കകത്ത് പല സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും ക്രിസ്ത്യാനികൾ വ്യാപകമായ പീഡനങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇരയായിരുന്നു. ഇന്നിപ്പോഴിതാ സുഡാനിലെ അൽ ജാസിറ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടയിൽ അർദ്ധ സൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ തീവ്രവാദി ആക്രമണമുണ്ടായി എന്നാണ് റിപ്പോർട്ട്. അഥവാ RSF എന്നാണ് ആ സംഘടനയുടെ ഷോർട്ട് നെയിം. അവര് തീവ്രവാദികളാണ്. അവരുടെ ഭീകരമായ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഡിസംബർ 30 ആക്രമണത്തിൽ 14 ക്രിസ്ത്യാനികൾക്കാണ് ആ സ്പോട്ടിൽ തന്നെ പരിക്കേറ്റതായിട്ട് പ്രാദേശിക വൃത്തങ്ങൾ അറിയിച്ചത്. സുഡാനീസ് ചർച്ച് ഓഫ് ക്രൈസ്റ്റിലെ അഥവാ SCOC 177 ക്രിസ്ത്യാനികൾ സുഡാനിലെ സൈനിക സംഘർഷത്തിന് അറുതി വരുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് അൽ ഹസ ഹെയ്സ പട്ടണത്തിലെ തീവ്രവാദികൾ ആക്രമണം നടത്തിയത് എന്ന് ചർച്ച് സെക്രട്ടറി ജോസഫ് സുലിമാൻ പറഞ്ഞു. രാവിലെ 10 മണിയോടെ നടന്ന ആക്രമണത്തിൽ ആരാധനാലയത്തിലെ മേശകളും കസേരകളും RSF നശിപ്പിച്ചു. പ്രദേശം നിയന്ത്രിക്കുന്ന RSF ക്രിസ്ത്യാനികളെ ഈ പ്രദേശം വിട്ടുപോകുന്നത് തടയുകയും ചെയ്തു. 2021 ഒക്ടോബറിലെ അട്ടിമറിയെ തുടർന്ന് സുഡാനിൽ സൈനിക ഭരണം പങ്കിട്ട RSFും SAFും തമ്മിലുള്ള സംഘർഷം കാർട്ടൂമിലും മറ്റിടങ്ങളിലുമൊക്കെ പ്രദേശവാസികളെയും ഭയപ്പെടുത്തുന്നതിനും 10,000-കണക്കിന് ആളുകളെ കൊലപ്പെടുത്തുന്നതിനും കാരണമായി മാറി. 12.2 ദശലക്ഷത്തിലധികം ആളുകളെ സുഡാൻ അതിർത്തിക്കകത്തും അപ്പുറത്തും മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു എന്ന് UN മനുഷ്യാവകാശ കമ്മീഷണർ വെളിപ്പെടുത്തുന്നു. നമുക്കറിയാം, തുർക്കിയിലെ ഓട്ടോമൻ മുസ്ലിം ഭരണകൂടം തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആസൂത്രിതവും സംഘടിതവുമായി നടത്തിയ വംശഹത്യകൾ ലോക ചരിത്രത്തിൽ കറുത്ത ഏടുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമായും 3 വംശഹത്യകളാണ് തുർക്കി നടപ്പിലാക്കിയത്. അർമേനിയൻ വംശഹത്യ, അസീറിയൻ വംശഹത്യ, ഗ്രീക്ക് വംശഹത്യ. ബൾഗേറിയൻ കൂട്ടക്കൊലയും മൗണ്ട് ലെബനോനിലെ കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ച മരണങ്ങളും വംശഹത്യ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചരിത്ര സംഭവങ്ങളാണ്. ക്രിസ്ത്യാനികളെ തങ്ങളുടെ സാമ്രാജ്യത്വത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി തുർക്കി നടത്തിയ വംശഹത്യകളുടെ വിശദാംശങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. 1914 മുതൽ 1923 വരെ ഏതാണ്ട് 9 വർഷക്കാലം അർമേനിയയിലെ ജനത കൂട്ടക്കുരുതിക്കാണ് ഇരയാക്കപ്പെട്ടത്. തുർക്കിയിലെ ഇസ്ലാമിക ഭരണകൂടം അവരുടെ രാജ്യത്തുണ്ടായിരുന്ന 15 ലക്ഷത്തിലധികം അർമേനിയൻ ക്രിസ്ത്യാനികളെ 1914 1923 ഇടയിൽ നിഷ്ഠൂരമായ രീതിയിലാണ് കൊന്നൊടുക്കിയത്. അതിനെയാണ് അർമേനിയൻ വംശഹത്യ എന്ന് നമ്മൾ പഠിച്ചത്. ആസൂത്രിതമായ ഈ വംശഹത്യയ്ക്ക് മുമ്പ് തന്നെ തുർക്കി ക്രിസ്ത്യാനികളുടെ മേലുള്ള പീഡനം ആരംഭിച്ചിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ തുർക്കികൾ അർമേനിയൻ ക്രിസ്ത്യാനികളുടെ പ്രദേശം കീഴടക്കിയതോടുകൂടിയാണ് പീഡനങ്ങളുടെ തുടക്കം. ആദ്യകാലങ്ങളിൽ ചെറിയ തോതിൽ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നെങ്കിലും അവിശ്വാസികളായിട്ടാണ് ക്രിസ്ത്യാനികളെ അവർ കണക്കാക്കിയിരുന്നത്. 19-ാം നൂറ്റാണ്ടായ സമയത്ത് പീഡനങ്ങളുടെ അളവ് വർദ്ധിച്ചു എന്നാണ് പഠനങ്ങൾ. അതിനെ തുടർന്നാണ് 1894 മുതൽ 1896 വരെ 2 വർഷം ക്രൂരമായ ഹമീദിയൻ കൂട്ടക്കൊലയാണ് അന്ന് നടന്നതെല്ലാം. അതുകൊണ്ട് അർമേനിയൻ വംശഹത്യയെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് എന്താണ് ഹമീദിയൻ കൂട്ടക്കൊല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1894-96 കാലഘട്ടങ്ങളിൽ തുർക്കികളും കുർദികളും ഇവരെവിടെ ചെന്നാലും പ്രശ്നക്കാരാണല്ലോ. ഇവർക്ക് എപ്പോഴും ഒരു എതിരാളി വേണം. അതും ശക്തരല്ലെങ്കിലും വേണ്ടില്ല, ഒരു എതിരാളി മതി. ഇനി എതിരാളികളില്ലെങ്കിൽ ഇവർ പരസ്പരം തമ്മിൽ തല്ലിച്ചാവും. അങ്ങനെ കുർദികളെയാണ് അവർക്ക് അവിടെ കിട്ടിയത്. അങ്ങനെ തുർക്കികളും കുർദികളും ചേർന്ന് ഓട്ടോമൻ സാമ്രാജ്യത്തിലെ അർമേനിയൻ ക്രിസ്ത്യാനികൾക്കെതിരെ നിന്നു. ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നീട് ഇവർ പരസ്പരമാകും. അങ്ങനെ 1894-നും 96-നും ഇടയ്ക്ക് നടത്തിയ വിവിധ കൂട്ടക്കൊലകളാണ് ഹമീദിയൻ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. അന്നത്തെ ഓട്ടോമൻ സുൽത്താനായിരുന്ന അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ ഉത്തരവില് ഇത് നടത്തിയതുകൊണ്ടാണ്
ഹമീദിയൻ കൂട്ടക്കൊല എന്നതിന് പേര് വന്നത്. കാരണം അയാളുടെ ഉത്തരവായിരുന്നു അബ്ദുൽ ഹമീദിന്റെ. ജന്മനാട്ടിലെ അടിമകളെ പോലെ കഴിയേണ്ടി വന്ന അർമേനിയക്കാർക്ക് അവരുടെ ദേശീയ ബോധം ഉടലെടുത്ത പശ്ചാത്തലത്തിലായിരുന്നു ഇത് സംഭവിച്ചത്. ഈ ആക്രമണങ്ങളൊക്കെ ആദ്യം അർമേനിയക്കാരുടെ മേൽ ചില പ്രത്യേക നികുതികൾ ഏർപ്പെടുത്തി. പക്ഷെ അത് അടയ്ക്കാൻ സാസൂൺ പ്രദേശത്തെ അർമേനിയക്കാർ വിസമ്മതിച്ചു. അതോടുകൂടി തുർക്കികളും കുർദികളും അവരുടെ മേൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടു. അവരുടെ ഗ്രാമങ്ങൾ കത്തിക്കുകയും ആയിരക്കണക്കിന് അർമേനിയക്കാരെ കൊല്ലുകയും ചെയ്തു. 1894 ഇത് നടക്കുന്നത്. 1895 സെപ്റ്റംബറിൽ ഇസ്താംബൂളിൽ നടന്ന ഒരു പ്രതിഷേധ പ്രകടനത്തെ തുടർന്ന് നിരവധി കൂട്ടക്കൊലകൾ അരങ്ങേറി. 1895 ഡിസംബറിൽ അത് മൂർധന്യാവസ്ഥയിലെത്തി. ഉർഫ കത്തീഡ്രലിൽ അഭയം തേടിയ 3000 അർമേനിയൻ ക്രിസ്ത്യാനികളെ മുസ്ലിം ഭരണകൂടം ജീവനോട് ചുട്ടരിച്ചതാണ് അതിലേറ്റവും ഭീകരമായത്. ഉർഫ അഥവാ സർലി ഉർഫ എന്നും പറയും. ആ നഗരത്തിന്റെ പഴയ പേരാണ് സർലി ഉർഫ. ഇപ്പൊ പുതിയ പേര് ഉർഫ. പഴയ പേര് എദേസ എന്നും ഉണ്ടായിരുന്നു. സുറിയാനി ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണത്. അർമേനിയൻ അക്ഷരമാല കണ്ടുപിടിച്ചത് പോലും ഈ നഗരത്തിലാണ് എന്നാണ് കരുതപ്പെടുന്നത്. അവിടുത്തെ പ്രസിദ്ധമായ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും പേരിലുള്ള അസീറിയൻ ദേവാലയം ഇപ്പോൾ ഇസ്ലാമിന്റെ ഹാരാൻ യൂണിവേഴ്സിറ്റിയാണ്. ഒരു കാലത്ത് ഉർഫ നഗരത്തിൽ ഏകദേശം 300ഓളം ക്രിസ്ത്യൻ ദേവാലയങ്ങളും ആശ്രമങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല, എല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പകരം എല്ലായിടത്തും മോസ്കുകളാണ്. കൊറീന ഷട്ടക് ഈ പേരിലെ അമേരിക്കൻ വിദ്യാഭ്യാസ മിഷണറി പ്രവർത്തക അക്രമാസക്തരായ മുസ്ലിം ജനക്കൂട്ടത്തിന് മുമ്പിൽ നിന്ന് അമേരിക്കൻ പതാക ഉയർത്തിപ്പിടിച്ച് അന്നത്തെ ആക്രമണങ്ങൾക്കിടയിൽ അർമേനിയൻ സ്ത്രീകളെയും കുട്ടികളെയും രക്ഷപ്പെടുത്തിയ ചരിത്രവും ഇടം പിടിക്കുകയാണ് തങ്കലിപികളിൽ. ഈ വംശഹത്യ ആരംഭിക്കുന്നതിന് മുമ്പ് സാമ്പത്തികമായി വളരെയധികം ഉയർന്ന നിലയിലായിരുന്നു അർമേനിയക്കാർ. അർമേനിയൻ പാർലമെന്റേറിയനും എഴുത്തുകാരനുമായ ക്രിക്കോർ സൊഹാറബ് 1913 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവരിലെ 166 പേരിൽ 141 പേരും അർമേനിയക്കാരാണ്. തുർക്കികൾ 13 പേര് മാത്രം. 9800 വ്യാപാരശാലകളിൽ 6800 അർമേനിയക്കാരുടേതും 2550 എണ്ണം തുർക്കികളുടേതുമാണ്. 180 കയറ്റുമതിക്കാരിൽ 127 അർമേനിയക്കാരും 23 തുർക്കികളും. 153 വ്യവസായികളിൽ 130 അർമേനിയക്കാരും 20 തുർക്കികളും. 37 ബാങ്കുകാരിൽ 32 പേര് അർമേനിയക്കാർ. ഇത്രയും സാമ്പത്തിക ഭദ്രതയിൽ നിന്നിരുന്ന ഒരു വിഭാഗമായിരുന്നു അർമേനിയക്കാർ. ഇതിനിടയിൽ സംഭവിച്ച 3 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് അർമേനിയൻ വംശഹത്യയിലേക്ക് നയിച്ചത്. 1912 മുതൽ 1913 കാലഘട്ടങ്ങളിൽ നടന്ന ബാൽക്കൺ യുദ്ധം, അതില് തുർക്കി പരാജയപ്പെട്ടു. അങ്ങനെ അവരുടെ പരാജയവും അവരുടെ ഭൂപ്രദേശം നഷ്ടപ്പെടലും വലിയ രൂപത്തിൽ ഇവരെ പ്രകോപകാരികളാക്കി മാറ്റി. യുവ തുർക്കികൾ നടത്തിയ പട്ടാള ഭരണ അട്ടിമറി. മൂന്നാമത്തെ കാരണം 3-ാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭം. അർമേനിയക്കാർ ബാൽക്കൺ യുദ്ധത്തിൽ ശത്രുപക്ഷത്തിന്റെ ഒപ്പമായിരുന്നു എന്നാണ് യുവ തുർക്കികൾ പ്രചരിപ്പിക്കുകയും അത് അർമേനിയക്കാരോടുള്ള വലിയ വിദ്വേഷത്തിൽ കലാശിക്കുകയും ചെയ്തു. താലാത്ത് എൻവർ ഈ 2 പേരുടെ നേതൃത്വത്തിൽ 50 പേരുടെ ഒരു ഗ്രൂപ്പായിരുന്നു യുവ തുർക്കികളുടെ ഭരണം നിയന്ത്രിച്ചത്. അവർക്കിടയിലുള്ള വൈരാഗ്യം അവർ ക്രിസ്ത്യാനികളുടെ മേൽ തീർത്തു. ബാൽക്കൺ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം 1-ാം ലോക മഹായുദ്ധത്തിൽ തിരിച്ചു പിടിക്കാമെന്ന് തുർക്കികൾ വ്യാമോഹിച്ചു. യുദ്ധത്തിന്റെ മറവിൽ രാജ്യത്തിലേക്കുള്ള ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാനും അവർ പദ്ധതിയിട്ടു. രാജ്യത്തിനകത്തുള്ള ക്രിസ്ത്യാനികളെ. വർഷങ്ങളോളം നീണ്ടുനിന്ന ആസൂത്രിതമായ കൂട്ടക്കൊല, ധാരാളം കൊലപാതകങ്ങൾ ഇവർ ചെയ്തു. ഒരുപാട് നശിപ്പിച്ചു, സ്വത്ത് തട്ടിയെടുത്തു, നാടുകടത്തലുകൾ ഏറെ നടന്നു. ക്രൂരമായ മർദ്ദനങ്ങളും ചുട്ടരിക്കലുകളും കലാപം അഴിച്ചുവിടലും കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കലും ഇതെല്ലാം ചേർന്നതായിരുന്നു അർമേനിയൻ വംശഹത്യ. ലോകത്തുടനീളം ക്രിസ്ത്യാനികൾ ശരിക്കും അനുഭവിച്ചു. തുർക്കിയിലെ മുസ്ലിം നേതൃത്വം ആദ്യം ചെയ്തത് അർമേനിയൻ ബൗദ്ധിക സാംസ്കാരിക നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യലായിരുന്നു. 1915 ഏപ്രിൽ 24 തുർക്കിയിലെ വിശാല സാമ്രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഇന്റലക്ച്വൽസിനെയും അറസ്റ്റ് ചെയ്തു. മെയ് 30 നടന്ന ദിയാർബക്കിൽ കൂട്ടക്കൊല,
അത്തരം അറസ്റ്റുകൾക്ക് ശേഷമാണ് ഉണ്ടായത്. 636 അർമേനിയൻ സാംസ്കാരിക ബൗദ്ധിക രാഷ്ട്രീയ നായകരെ ദിയാർ ബക്കർ പട്ടണത്തിൽ കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ ഒരു മെത്രാനും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ടൈഗ്രീസ് നദി വരെ അവരെ കൊണ്ടുപോകുകയും ആ കൊണ്ടുപോകുന്ന വഴിയിൽ പട്ടാളക്കാർ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പണം തട്ടിയെടുത്തു. 6 പേരുള്ള ഗ്രൂപ്പുകളായി തിരിച്ച് വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കോടാലി, കഠാര, തോക്ക് എന്നിവയൊക്കെ ഉപയോഗിച്ചവരെയൊക്കെ കൊന്നു. ശവശരീരങ്ങൾ നദിയിൽ തള്ളി. ബൗദ്ധിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. അർമേനിയക്കാർക്കിടയിൽ നേതാക്കന്മാരെ ഇല്ലാതാക്കുക എന്നതായിരുന്നു തുർക്കികളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇനിയുമുണ്ട്, ബാക്കി അടുത്തൊരു എപ്പിസോഡിൽ പറയാം. നന്ദി.